ഹലോ ഫാമിലി. ഒരുമാതിരി കൂതറ കോലത്തിലാണല്ലേ വന്നേക്കണത്. നല്ല പനിയായിരുന്നു, മഴയൊക്കെ വന്നല്ലോ. പനി ഉണ്ടായിരുന്നു, കോൾഡ് ഉണ്ടായിരുന്നു, തൊണ്ടവേദന. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ യൂട്യൂബിനെ കുറിച്ച് 3-4-5 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ കൂടിയാണ്. ഒരു 1.5 ലക്ഷം അടുത്തൊക്കെ വ്യൂ ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ 1 വർഷമായി. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ ഒരു 3500ഓളം കമന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ 3000 കമന്റ്സും ചേച്ചി നന്നായിട്ട് മനസ്സിലായി, നല്ല വീഡിയോ വരുന്നു, നല്ലതായിരുന്നു. പിന്നുള്ളൊരു 500 കമന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മനസ്സിലാവാതെ കുറേ ഡൗട്ട്സുകൾ പിന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്രയൊക്കെ ഡൗട്ട്, ഇതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടില്ലേ, ഇതൊക്കെ ഞാൻ പറയാൻ മറന്നുപോയല്ലേ. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് അങ്ങനെ എല്ലാം അറിയുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ അതിൽ അറിയാത്തത് ഞാൻ അറിയില്ല എന്ന് തന്നെ ഞാൻ കമന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല കേട്ടോ. ബാക്കിൽ ഞാൻ ആ ഒരു ഫാനിൻ്റെ ഇതുകൊണ്ടെന്ന് വെച്ച് വെക്കുക. കാരണം താഴെ ആവുമ്പോൾ ഒന്നാമത് സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കണം, സൗണ്ട് ഇല്ല. പിന്നെ താഴെ ആവുമ്പോൾ ബഹളങ്ങൾ വേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് മേളിൽ വന്നതാ ബാൽക്കണിയിൽ. അപ്പം ഞാനുണ്ടല്ലോ ഒന്നും കൂടി ഷോർട്സ് ഇടുന്നത്, ലോങ് വീഡിയോ ഇടുന്നത്, ലൈവും പിന്നെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന കുറച്ച് കമൻസ് ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് ഒരു 2 വീഡിയോകൾ ഉൾപ്പെടുത്താൻ പറ്റണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 3 വീഡിയോയിൽ. ഇപ്പൊ ഷോർട്സ് എനിക്കറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച ഡൗട്ട് ഉൾപ്പെടെ ഭയങ്കര സിമ്പിളാക്കി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ മറ്റേ ഈ പറഞ്ഞ ഭയങ്കര സോഫ്റ്റ്വെയർ ടീമുകളോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ലാംഗ്വേജ് ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കൊള്ളുക. വേറെ ഒന്നല്ല, ഇത് സാധാരണ കുടുംബത്തില്, അതായത് മോനെ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം, ഞാൻ യൂട്യൂബ് തുടങ്ങാൻ പോവാ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് മറ്റുള്ളവരുടെ നോളജ് ഉണ്ടാവും, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഈ കുന്തത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാനൊരു ബിസിനസ്സാണ് ചെയ്യണമെങ്കിലും ഈ ഫോൺ, യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാവുന്ന എങ്ങനത്തെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്ന അങ്ങനെ ഞാൻ പറയാൻ പോകുന്നത്. കാരണം ചില ആളുകൾക്ക് ഇപ്പോൾ ചില എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ചില ഡോക്ടേഴ്സ് ഉണ്ടാവും, ഭയങ്കര പഠിത്തം ഉണ്ടാവും, ലോകവിവരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വട്ടപ്പൂജ വയ്ക്കും. അതായത് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മണ്ടത്തരം തന്നെ ആയിക്കോളൂ. അതുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ചിലവരെ കണ്ടിട്ടുണ്ടാവും, മോൾ എന്തിനാ പഠിക്കണേ, ഞാൻ ഡോക്ടറാ. അത് ഉടുത്തൊരുങ്ങി വന്ന കോലം കണ്ടിട്ടുണ്ട് ചിലവരുടെ. അതിനുള്ള നോളജ് പോലും, കോലം കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതൊരു ഡോക്ടറാ, ഇത് എഞ്ചിനീയർ, എന്ത് കോലം ഇതിന്റെ. അങ്ങനെയാണ് അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ദയവ് ചെയ്ത് ഇത് സ്കിപ്പ് ചെയ്യുക. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഞാനൊരു ഷോർട്സ്, ഞാൻ എടുക്കുന്നൊരു ഷോർട്സ്, അതെങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നൊരു ആപ്പ്, അതിലെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. 2 തരത്തിലാണ് ഷോർട്സ് ഇപ്പോൾ വരുന്നത്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെർട്ടിക്കൽ, ഹൊറിസ് അങ്ങനെ ഒന്നും വീഡിയോ ഞാൻ പറയുന്നില്ല. നമ്മളെ ഫോൺ നേരെ പിടിച്ചിട്ട് എടുക്കുന്ന 1 മിനിറ്റ്, അതായത് 59 സെക്കൻഡ് ഉള്ള വീഡിയോനെ 3 മിനിറ്റ് ഉള്ള വീഡിയോനെയാണ് ഷോർട്സ് എന്ന് പറയുന്നത്. നേരെ പിടിച്ചെടുക്കുന്നതിന്. ഇതിൽ ചില ആൾക്കാർ പറയും വെർട്ടിക്കൽ മോഡ് എന്നൊക്കെ പറയും, അത് മനസ്സിലാവാത്തവരും ഉണ്ട്. അതുകൊണ്ടാണ് നേരെ പിടിച്ച് 59 സെക്കൻഡ് എടുക്കുന്ന വീഡിയോ, 3 മിനിറ്റ് എടുക്കുന്ന വീഡിയോന് ഷോർട്സ് എന്ന് പറയുന്നത്. ഈ ഷോർട്സിന്റെ വ്യൂ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്ന് $1-2 കിട്ടത്തുള്ളൂ. വാച്ചിങ് അവേഴ്സിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഷോർട്സ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഷോർട്സ് കണ്ടിട്ടാണ് ഒരുപാട് പേര് നമ്മളെ സബ് ചെയ്യുന്നത്. അതായത് ഷോർട്സ്, കുഞ്ഞു ഷോർട്സ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയമില്ലാത്ത ആൾക്കാരാണ്, വേഗം സ്ക്രോൾ ചെയ്ത് കണ്ടുപോകുന്ന അതാണ്. ലോങ് വീഡിയോ ഒക്കെ കുത്തിയിരുന്ന് കുറെ സമയം വേണം. അപ്പൊ നമ്മുടെ ഷോർട്സ് നല്ലതാണെങ്കിൽ, അയ്യോ നല്ല ക്യൂട്ട് ചേച്ചി, നല്ല കാര്യങ്ങളാണ് പറയുന്നതെന്നൊരു സബ് ചെയ്യും. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഷോർട്സ് നല്ലതാണ്. ഓക്കെ. പിന്നെ 2 തരത്തിൽ ഷോർട്സ് ഞാനിപ്പോൾ പറഞ്ഞു. 59 സെക്കൻഡ് ഉള്ള ഷോർട്സിനാണ് നമുക്ക് യൂട്യൂബിൽ പോയിട്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 മിനിറ്റ് ഉള്ള ഷോർട്സിന് ഒന്നുകിൽ നമ്മൾ VN-ലുള്ള മ്യൂസിക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഓൺ വോയിസ് ഇതുപോലെ സംസാരിക്കുന്ന എന്തെങ്കിലും, നമ്മൾ എന്താണോ ആ 3 മിനിറ്റിൽ ഇട്ടിരിക്കുന്നത് നമ്മളുടെ വോയിസ് ചെയ്യേണ്ടി വരും. മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടും. പിന്നെ ഈ ഷോർട്സിൽ നമുക്ക് വേണമെങ്കിൽ തംബ്നെയിൽ എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറെ ഫോട്ടോകൾ ഇങ്ങനെ കാണുമ്പോൾ, ആയി നല്ല ചേച്ചിയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യും.
അതിനെയാണ്, അതായത് നമ്മൾ ആദ്യം കാണുന്ന ഫോട്ടോനെയാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. കവർ ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയത്തില്ലേ, ഞാനിപ്പോ LKG കുട്ടികൾക്ക് പറയണവരെ പറയുന്നത്. അത് എനിക്കതിൽ അഭിമാനമുള്ളൂ. ഞാനും ഇങ്ങനെ തന്നെ ചോദിച്ചു നടന്നിട്ടുണ്ട്, തംബ്നെയിലോ അതെന്തൊന്ന് സാധനമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ, അതായത് നമ്മളെങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്നു, അതിന് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് അതിനൊരു തംബ്നെയിൽ ഉണ്ടാക്കാൻ പറ്റും. അതും ഞാനെല്ലാം കാണിച്ചു തരാം. ഇത് ഇച്ചിരി നീണ്ടുപോയാലും ആവശ്യമുള്ളവർ ഇത് കാണുക. അപ്പൊ ഞാൻ ഈ ഫോണിൽ തന്നെ, ഇതിപ്പോ നമ്മൾ ഫോൺ വട്ടം പിടിച്ചിട്ടെടുത്ത വീഡിയോ ആണ് അല്ലെ, ലോങ് വീഡിയോ ആണ്. പക്ഷെ എനിക്ക് നീളത്തിൽ മാത്രമേ സ്ക്രീൻ റെക്കോർഡിങ് കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം മറ്റേ നീളത്തിൽ ഇങ്ങനെ വട്ടം പിടിച്ച് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്കത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് കുറെ നീണ്ടുപോകും. അപ്പൊ ഞാൻ നീളത്തിൽ പിടിച്ച് തന്നെ സ്ക്രീൻ റെക്കോർഡിങ്, എഡിറ്റിംഗ് മുതൽ അപ്ലോഡിങ് വരെ കാണിക്കാം കേട്ടോ. പിന്നെ എന്നോട് ക്ഷമിക്കണം, ദേ ഇവിടെയാണ് ക്യാമറ. പക്ഷെ എനിക്ക് എൻ്റെ ഫേസിൽ നോക്കി സംസാരിച്ചാലേ ഒരു സുഖമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഇങ്ങനത്തെ ഒരു ബട്ടൺ മൈക്കാണ്. അതിപ്പോൾ തുടക്കക്കാർ പോയി ഒരിക്കലും മേടിക്കണ്ട. മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം മേടിച്ചാൽ മതി. അതിന് 2 എണ്ണം ഉണ്ട് കേട്ടോ മൈക്ക്. ഇത് ഇങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ പിൻ ചെയ്ത് അതൊക്കെ വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. നമുക്കപ്പോൾ ആദ്യമായിട്ട് 2 തരത്തിലുള്ള ഷോർട്സും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എങ്ങനെ കാണിച്ചിട്ട്. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ എഡിറ്റ് ഒന്നുമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂട്യൂബ് ഭയങ്കര ഹൈഫൈ ആൾക്കാരിരുന്ന് കുത്തിയിരുന്ന് കാണത്തില്ല. നമ്മളെപ്പോഴുള്ള മീഡിയം റേഞ്ചുള്ള സാധാരണക്കാർ, സമയമുള്ളവരും മാത്രം സമയം പോകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഷോർട്സ് എടുക്കുമ്പോൾ ചേച്ചി ഫോൺ പെട്ടെന്ന് താഴും, അതിനിപ്പോൾ ക്രോപ്പ് ചെയ്ത് കളയണ്ടേ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളെ കാണികൾ. ആൾക്കാർക്ക് ഇതെന്ത് പറ്റിയെന്നാവും, ഫോൺ താഴെ പോയിരിക്കും, അതൊക്കെ എഡിറ്റ് ചെയ്തില്ല, അറിയാതെ അപ്ലോഡ് ചെയ്തപ്പോൾ പോയി, അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഷോർട്സ് അപ്ലോഡ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ഞാൻ VN എന്ന് പറഞ്ഞ ആപ്പ്, ഇത് കണ്ടല്ലോ ഇവിടെ, VN എന്ന് പറഞ്ഞ ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ എന്തോ പരസ്യമൊക്കെ വരും കേട്ടോ, അതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാൻ പറ്റും. കണ്ടിന്യൂ വിത്ത് ആപ്പ്, ഇതൊന്നും നോക്കണ്ട, ഞാൻ ഒരെണ്ണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. നമുക്ക് വരുമ്പോൾ എന്താ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെ VN എന്ന് പറയുമ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ നമ്മളെങ്ങനെ എഡിറ്റ് ചെയ്ത് അതിനെങ്ങനെ വോയിസ് കൊടുക്കും എന്നുള്ളതാണ്. അതെ, വീഡിയോ സെലക്ട് ചെയ്യുക. ഇതിൽ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ്, ഇപ്പോൾ അമ്മ ഈ കഴിഞ്ഞ ദിവസം ഒബ്രമാളിൽ പോയൊരു വീഡിയോ ആണ്, അതൊരു 3 മിനിറ്റ് ഉണ്ടാവത്തുള്ളൂ. നമുക്ക് അതാണ് ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ആദ്യം എടുത്ത പാർട്ട്, രണ്ടാമത് എടുത്ത പാർട്ട്, അതെല്ലാം കൂടി ഒന്നും നോക്കണ്ട, ക്ലിയർ ഉണ്ടോയെന്ന് ഒന്നും നോക്കണ്ട. നേരെ അതെ ഇതാണ് ആദ്യത്തെ 1, 2, 3, 4, 5. ഞാൻ നോക്കിയപ്പോൾ അത് കഴിഞ്ഞു, നെക്സ്റ്റ്. അല്ലാതെ അതിൽ ക്ലാരിറ്റി ഉണ്ടോയെന്നൊന്നും ഈ സമയത്ത് നോക്കണ്ട. പിന്നെ ചെയ്യേണ്ടതാണ്, നമ്മൾ ഇതിന് നമ്മളുടെ പുറത്തുള്ള വോയിസ്, വെറുതെ സംസാരമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പുറത്തുള്ള വോയിസ് മ്യൂട്ട് ചെയ്യുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 2-3 പാർട്ടല്ലേ, ഈ പാർട്ട് ആദ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ 3-4 പാർട്ടായിട്ട് ഇത് വരുമ്പോൾ തന്നെ നിങ്ങളെ കേൾപ്പിച്ചു തരാട്ടെ ഇതിന്റെ ശബ്ദം എന്താന്ന്. ഇങ്ങനൊരു വോയിസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വോയിസ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോനെ കംപ്ലീറ്റ്ലി മ്യൂട്ടാക്കുക, അതായത് ശബ്ദമില്ലാതെ ആക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓടിപ്പോകുമ്പോൾ ആദ്യം കാണാതെ ഫിൽറ്റർ ഉണ്ട്, ട്രിം ഉണ്ട്, ഫിക്സ് ഉണ്ട്, കത്രിക കാണുന്നുണ്ട്, ഡിലേറ്റ് കാണുന്നുണ്ട്. ഇവിടെ വോളിയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് വലിച്ചു നീക്കുക. ഇപ്പോൾ അതിൻ്റെ വോയിസ് പോയി. അതുപോലെ തന്നെ അപ്പുറത്തെ കഷ്ണത്തിലേക്ക്, അതായത് കുറേ കഷ്ണങ്ങൾ, പീസസ് ആണല്ലോ വീഡിയോസ്, അപ്പോൾ അടുത്തതിലേക്ക് ചെല്ലുക, ഈ വോളിയം ഇത് ചെയ്യുക. കണ്ടോ, അങ്ങനെ വേഗത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ആദ്യം എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കുകൾ കാര്യങ്ങളൊക്കെ കളയുക. ഓക്കെ, ഇത് കളഞ്ഞിട്ട് ഇവിടെ ഇൻപുട്ട് ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് എഡിറ്റ് ചെയ്യാം. ഈ ബ്ലാക്ക് സാധനം അങ്ങ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഡിലേറ്റ് ചെയ്യണ മനസ്സിലായോ? ഇപ്പോൾ അയ്യോ അറിയാതെ ഡിലേറ്റ് ചെയ്ത് പോയി ചേച്ചി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണത്, ഈ മേളിൽ കണ്ട് ഈ പ്ലേ ബട്ടൺ കൊടുത്തേക്കണം, പിന്നെ ഒരു സ്ക്വയർ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു യൂട്ടേൺ പോലെ ഒരു സാധനം കൊടുത്തേക്കണുണ്ട്, ഒരു ആരോ മാർക്ക്. അതിനങ്ങോട്ട് ഇത് കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇത് മനസ്സിലായല്ലോ? അപ്പോൾ അതിങ്ങനെ നമുക്ക് ഈ സാധനമാണ് ഡിലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഡിലേറ്റ് ചെയ്തു പോയി. ഇനി വലിച്ച് ആദ്യത്തെ കൊണ്ടുവന്നിടുക. പിന്നെ ഈ സൈഡിൽ നോക്കാം, ലെഫ്റ്റ് സൈഡിൽ മ്യൂസിക്കിൻ്റെ ഒരു പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, T എന്ന് പറഞ്ഞിട്ടൊരു പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫോട്ടോൻ്റെ പോലത്തെ, പിന്നെ ഒരു വീഡിയോൻ്റെ, പിന്നെ ഒരു വോളിയം. അപ്പം നമുക്ക് ഇതിനൊരു വോയിസ് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിതിന് വോയിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വോയിസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വോയിസ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഈ മ്യൂസിക്കിൻ്റെ ഈ സാധനം ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ ഇവിടെ മ്യൂസിക്, എഫക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ടൺ 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 എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും മ്യൂസിക് ഇടണമെങ്കിൽ അത് ചെയ്യുക. ഇവിടെ റെക്കോർഡ് കാണാം.
ഞാനപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, മ്യൂസിക് ഇടാനാണ്. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടല്ലോ ഇങ്ങനെ റൗണ്ട് വന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ടാവും. ഹലോ, ഗുഡ് മോർണിംഗ്, ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ റെഡിൽ അങ്ങ് നിൽക്കുക. കണ്ടോ, 2 3 അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ടായി. നമ്മുടെ വോയിസ് ആണ് ഈ സ്റ്റാർട്ടായിരിക്കുന്നത് ഇതിൽ. കണ്ടല്ലോ, അങ്ങനെ ഇത് നമ്മൾ തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇത് ഇന്ന സ്ഥലത്താണ്, ഒബ്രോമാളിലാണ്. ഇതിങ്ങനെ റെക്കോർഡായി അവസാനം എത്തുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ഇത് ഓക്കെ തീരാനായി. ഇത് അവസാനം എത്തുമ്പോഴേക്കും ബൈ ബൈ പറയാൻ തയ്യാറായിരിക്കണം. അല്ലാതെ പറഞ്ഞ് ചിലപ്പോൾ നമുക്കൊക്കെ ഇത് സംസാരിച്ച് ചിലപ്പോൾ വീഡിയോ തീർന്നു പോയിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞു തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിന് മ്യൂസിക്കാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. റെക്കോർഡ് ചുമ്മാ കാണിച്ചു തന്നുള്ളൂ. അല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഭയങ്കരമായിട്ട് സംഭവിച്ചു, ആ വോയിസ് വേണ്ട, ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണാം, ഡിലീറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം മുതൽ വലിച്ചുകൊണ്ടുവന്ന് ആദ്യം മുതൽ തുടങ്ങാം. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇനി ഇടാൻ പോകുന്നത് ഇതിന് മ്യൂസിക്കാണ്. VN സെലക്ട് ചെയ്തു. ഞാനിവിടെ നിന്ന് മ്യൂസിക്കാണ് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ ഈ VN ഉള്ള ഈ മ്യൂസിക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നില്ല, എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്രോമിൽ നിന്ന് എങ്ങനെയാണ് YT സ്റ്റുഡിയോ വഴി മ്യൂസിക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മ്യൂസിക് ലൈബ്രറിയിൽ ഓട്ടോമാറ്റിക് കുറേ മ്യൂസിക്കുകൾ നമുക്ക് യൂട്യൂബ് തന്നത്, പാട്ടുകളല്ല കേട്ടോ, പാട്ടുകളല്ല നമുക്ക് യൂട്യൂബ് തരുന്നത്. ചില മ്യൂസിക്കുകൾ BGM എന്നൊക്കെ പറയില്ലേ, ചുമ്മാ പാട്ടൊന്നുമില്ലാതെ ഉള്ള മ്യൂസിക്കുകൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ വ്ളോഗിൻ്റെ ഒരു 3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ ഈ വ്ളോഗിൻ്റെ അവിടെ നല്ല മ്യൂസിക്കുകളൊക്കെ ഉണ്ട്. വ്ളോഗ് സെലക്ട് ചെയ്ത് ഒരു 3 മിനിറ്റിന് താഴെയുള്ള ഷോർട്സ് അല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. കണ്ടോ, ഇത് യൂസ് കൊടുത്തു. ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് വോയിസുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ വോളി ഒന്നും ഞാൻ കൺട്രോൾ ചെയ്തില്ല. ഈ വോളി തന്നെ പോട്ടെ, അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞ വോളി ഒന്നും വേണമെന്നില്ല. നമുക്ക് ഈ വോളിയം കുറക്കണമെങ്കിൽ ഇങ്ങനെ കുറക്കാം കേട്ടോ, ഇങ്ങനെ കുറക്കാം, കൂട്ടാം. അപ്പം ഞാനൊരു 85 87 89 ഇട്ടിട്ട് ഇവിടെ ഒരു ടിക്ക് ബട്ടൺ കണ്ടോ, ടിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ ആഡ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അല്ല, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചി ഇതുമ്പോൾ എന്തെങ്കിലും നമുക്ക് എഴുതണം. എനിക്ക് എന്തെങ്കിലും അവിടെ എഴുതി പോകണം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ അഡ്രസ്സ് ഒബ്രോമാൾ എന്നാണ്. ഞാൻ ഈ ഒബ്രോമാളിലെ കിഡ്സിൻ്റെ ഏരിയ, ഈ കിഡ്സിൻ്റെ ഏരിയ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. നമുക്ക് അവിടെ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ T എന്ന് പറഞ്ഞ സാധനം കണ്ടോ, ഈ T എടുക്കുക. ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ഫയൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ, ഞാൻ ഇതുവരെ ഈ ഫയൽ ആഡ് ചെയ്തിട്ടേ ഇല്ല, അതുകൊണ്ട് അത് കാണിക്കാത്ത കേട്ടോ. ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് എടുക്കുക. ആഡ് ഹെഡിങ് കൊടുത്തിട്ടില്ലേ, ഇവിടെ കൊടുക്കുക. ഇവിടെ എന്തോ കൊടുക്കണം, ഇതിപ്പോൾ ക്യാപിറ്റൽ കിഡ്സ് എന്നല്ല ഇതിൻ്റെ, കിഡ്സ് പ്ലേയിങ്ങോ അല്ലെങ്കിൽ കിഡ്സ് പാർക്കെന്നോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കൊടുത്തു എന്നിരിക്കാൻ. ഞാനൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഈ താഴെയാണ് ഇടണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സാധനം കംപ്ലീറ്റ്ലി ഈ വീഡിയോ അറ്റം വേണമെങ്കിൽ ഈ ഒരു പച്ച പോലെ കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി. അതിനെ അമർത്തിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഈ അറ്റം വരെ എത്തും. കണ്ടല്ലോ, ഈ വീഡിയോ തീരുന്നത് വരെ എത്തും. മനസ്സിലായ? അല്ല, ഇത് നമുക്ക് വേണ്ട. ഇത് വേണ്ടാന്ന് പറയണേ. അതുമ്പോൾ തന്നെ ഇത് മാറി. ഇതും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മേളിൽ കണ്ടല്ലോ എഡിറ്റ് വരുന്നുണ്ട്, സ്ലോ മോഷനിൽ വേണം, അതുണ്ട്. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യുക. ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ സാധനമാണ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ടെക്സ്റ്റിൻ്റെ അവിടെ തന്നെ നമുക്ക് സബ്സ്ക്രൈബറോ അങ്ങനെ വേറെ എന്തെങ്കിലും കൊടുക്കാം. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഈ വെള്ള കളർ വേണ്ട. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ FF വന്നിട്ടുണ്ട്, A വന്നിട്ടുണ്ട്, പിന്നെ കുറേ മൾട്ടി കളർ പോലെ കണ്ട ചുവപ്പും പച്ചയൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ആ വട്ടത്തുമാണ് നെക്കിയപ്പോൾ വരുന്നടാ ടെക്സ്റ്റ് കൊടുത്തേ. കണ്ടോ ഇവിടെ ഇങ്ങനെ ടെക്സ്റ്റ്, ബോർഡർ, ഷാഡോ, ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഇതിൽ കളർ എന്തെങ്കിലും നമ്മൾ തന്നെ കുത്തി നോക്കിക്കോ. ഒന്നും വീഡിയോ അടിച്ചു പോലെ T എന്ന് പറഞ്ഞ സാധനത്തെ കണ്ടോ, ഇത് ഓരോന്നും മാറ്റുമ്പോൾ വന്നെ കണ്ടോ. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കണ്ടില്ലെങ്കിലോ ഒന്ന് കടുപ്പത്തിലൊരു ഇത് വേണമെന്ന് കഴിഞ്ഞാൽ ടെക്സ്റ്റ്, ബോർഡർ, ഷാഡോ, ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ വരും. കണ്ടോ, മഞ്ഞ. കൊള്ളാം, അന്തസ്. അതങ്ങനെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തപ്പോൾ ഈ സാധനം വന്നല്ലോ. ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് വലിച്ച് ഇവിടെ ഇടണം. ഇതൊന്ന് ചെറുതാക്കണം, വലുതാക്കണം. ഇതുമ്പോൾ തന്നെ പിടിച്ച് വലുതാക്കാം, ഇതുമ്പോൾ തന്നെ പിടിച്ച്, അതായത് നമ്മൾ ആ സ്ക്രീനുമ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന സാധനത്തുമ്പോൾ പിടിച്ച് വലിച്ച് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം.
ഇത് ബേസിക് ആയിട്ടുള്ള എഡിറ്റാണ് കേട്ടോ. നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും ഇതില്ലല്ലോ. പിന്നെ ഈ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ സാധനം അവിടെ കിടന്നോട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ അറ്റം വരെ അതിനങ്ങോട്ട് വലിച്ചിടുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം മതി, അല്ലെങ്കിൽ അവസാനം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, കുറച്ച് വലിച്ചു നീട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോവുക, പിന്നെയും വലിച്ചിട്ട് ഒരു അവസാനം മധ്യഭാഗത്ത് മതി എന്നുണ്ടെങ്കിൽ ദേ ഇവിടെ കൊണ്ടുപോയിടുക. നമുക്ക് അവസാനം മതി എന്നുണ്ടെങ്കിൽ ദേ ഇതിനെ വലിച്ച് കൊണ്ടുപോകാൻ പറ്റും. സിമ്പിളാടാ. നമ്മൾ വലിയ പ്രൊഫഷണൽസ് ഒന്നുമില്ല, നമുക്കും ജീവിച്ചുകൊണ്ടേ. ഈ കുരുത്തം കെട്ട പിള്ളേർക്കൊക്കെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് അമ്മമാർക്കും പറഞ്ഞു തരൂലല്ലോ, അവർക്കൊക്കെ സമയമില്ലല്ലോ. പിള്ളേർക്കൊക്കെ ഇത് ഒരു കുറച്ച് നേരം മതിയേ. ഞാനപ്പോൾ അവസാനം കുറച്ച് നേരം കൊണ്ടേ സബ്സ്ക്രൈബ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും റൈറ്റിംഗ് ഉണ്ടെങ്കിൽ എഴുതാനുള്ള സ്ഥലവും കൂടിയാണ് ഇത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിട്ടുണ്ട്, മ്യൂസിക് വന്നിട്ടുണ്ട്. ഇനി പറയുവാണ്, ചേച്ചി എനിക്ക് അവിടെ ഉണ്ടല്ലോ എൻ്റെ ഒരു ചുരിദാറിൻ്റെ ഇത് പോവുകയാണ്, പക്ഷേ ഞാൻ അതിൻ്റെ മോഡൽ ഏതാണോ അതൊന്നും എനിക്ക് ഫോട്ടോ ഇതിൻ്റെ കൂടെ കാണാം. അതായത് നമ്മൾ ഷോർട്സ് കാണുമ്പോൾ വേറൊരു മോഡലിൻ്റെ ഫോട്ടോ ഇടയ്ക്ക് തെളിഞ്ഞു വരാൻ കണ്ടിട്ടില്ലേ, അതെങ്ങനെ ഇടുന്നത്. അതായത് നമ്മളുടെ വീഡിയോയിൽ വേറൊരു ഫോട്ടോ ആഡ് ചെയ്യണേ, അത് ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ടീ കഴിഞ്ഞപ്പോൾ ദേ ഈ സുന വന്നേക്കണുണ്ടോ, ദേ ഇതിലാണ് ഫോട്ടോസ്. അല്ല സ്റ്റിക്കർ, നമുക്കിപ്പോൾ ഒരു സ്റ്റിക്കർ, കൊഞ്ഞനം കുത്തുന്ന ഒരു സ്റ്റിക്കർ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാർട്ട് കണ്ണിൽ മറ്റേ മത്തം തെളിയുന്ന ഇത് വേണം, അല്ലെങ്കിൽ ഹാർട്ട് വേണം. സ്റ്റിക്കേഴ്സിൽ നമുക്ക് അതൊക്കെ സെലക്ട് ചെയ്യാം. ഫോട്ടോ ആണ് വേണ്ടെങ്കിൽ നമ്മളെ ഗാലറിയിലേക്ക് പോകും. കണ്ടോ, ഗാലറിയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു ഫോട്ടോ വേണം. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോസാണ്. അപ്പോൾ ഫോട്ടോസ് ഇടുക. ഫോട്ടോസ് ഇട്ടിട്ട് ദേ ഇപ്പോൾ ദേ ഒരുത്ത് നിൽക്കണ നോക്കി പാവനെ പിടിച്ചിട്ട്, അപ്പോൾ ഒരു ഫോട്ടോ ആണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ടോ, ഈ ഫോട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടി അറ്റാച്ച് ചെയ്യണമെങ്കിൽ ദേ ഇവിടെ ഇങ്ങനെ വലിപ്പം കൂട്ടിയോ അല്ലാതെ ഈ സൈഡിലൊക്കെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഈ റീലിൽ ഫോട്ടോൻ്റെ ആവശ്യമില്ലല്ലോടാ, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അല്ല സ്റ്റിക്കറാണ് വേണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കറിൽ നമുക്ക് ഇതേ സബ്സ്ക്രൈബിൻ്റെ സ്റ്റിക്കർ ഉണ്ട്, കുറേ ഷേപ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ഡോഗിൻ്റെ വേണം, ഡോഗ് കൊടുക്കുക, സെർച്ച് ചെയ്യുക. കണ്ട കുറേ ഡോഗ് വരും. അപ്പം നമ്മളുടെ ഒരു ഇതാണ്. ഇപ്പോൾ ഒരു ക്യാറ്റ് ഉണ്ടോ എന്ന് ചുമ്മാ നോക്കുക. അതുണ്ട്, പൂച്ച വന്നു കേട്ടോ. അപ്പോൾ പൂച്ചനെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ പൂച്ച ഇവിടെ വന്നല്ലോ. പൂച്ചനെ കൊണ്ടുപോയിട്ട് ഞാൻ ചുമ്മാ ഇവിടെ ഇടാം. പൂച്ചയല്ല അവിടെ കിടക്കട്ടെ അല്ലേ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും വലിച്ചുകൊണ്ട് പോവാം. മനസ്സിലായോ. ഇതിപ്പോൾ ഇവിടെ വന്നു, പൂച്ച അവിടെ വന്നു. പൂച്ചനെ വേണമെങ്കിൽ വലിപ്പം കൂട്ടാം. എന്നിട്ട് വേണമെങ്കിൽ ഇതേ ഇത്രയും ഭാഗത്ത് വേണമെങ്കിൽ അത്രയും ഭാഗത്ത് പൂച്ചനെ വെക്കാം, അല്ലെങ്കിൽ നടുക്ക് മതിയെങ്കിൽ നടുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ്. ഇത്രയും തന്നെ ബേസിക് മതി. നമ്മൾ ഭയങ്കര പ്രൊഫഷണലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ പഠിച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് റെഡി ആവുകയാണ് ശരിക്കും പോസ്റ്റ് ചെയ്യാനായിട്ട്. അല്ല നമ്മളിതിൽ അയ്യോ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടൊന്ന് ഗ്ലാമർ ആക്കാന്ന് വെച്ചാൽ നേരെ ഫിൽറ്ററിലേക്ക് വരാം. അതെ കണ്ടോ, ഇവിടെ പല പല ഫിൽറ്ററുകളുണ്ട്. നമുക്ക് കളറൊക്കെ മാറ്റി ഇത് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ടിക്ക് ചെയ്താൽ അത് ഏതാണെന്ന്. ഞാനിപ്പോൾ ഫിൽറ്റർ ഇടുന്നില്ല ഇതിൽ. അപ്പോൾ അങ്ങനെ ഇട്ടു. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതേ ഇതിൽ ട്രിമ്മൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വീഡിയോ കട്ട് ചെയ്യണം എന്നുള്ളത് അതും കൂടി ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. കാരണം അത് ആവശ്യം വരും. ഇതിപ്പോൾ അന്നമ്മ നടക്കുവാണ്. ഇത് ഭയങ്കര ഇത് ഇങ്ങനെ ചാടുന്നതും ഇറങ്ങുന്നതും കുറേ ഉണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട, ഇത്രയും നീണ്ടു പോലെ ചേച്ചി, ഇത് 3 മിനിറ്റിൽ കൂടുതലുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് കളയാൻ നോക്കുമ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ഇടക്ക് കൊണ്ട് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നെന്ന് തോന്നുന്ന എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കാണുമ്പോൾ വെക്കുക. എവിടെയാണോ അതിന് പ്രശ്നമുള്ളത് ഇവിടെ ഈ ഒരു വീഡിയോനെ പകുതിക്കാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ലൈനിൽ വെക്കുക. ആ വെച്ച സ്ഥലത്ത് ഈ ലൈൻ ഓടി പോകുന്ന സ്ഥലത്ത് നേരെ ആ കത്രിക കണ്ടോ, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു കത്രിക, ആ കത്രികനെ നെക്കുക. കത്രികനെ നെത്തി കഴിയുമ്പോൾ ഈ വലിയ വീഡിയോ ഒരു കുഞ്ഞി കഷ്ണമായിട്ട് മാറും. കണ്ടോ, ഈ കുഞ്ഞി പീസാണ് നമുക്ക് വേണ്ടെങ്കിൽ അതിൻ്റെ നടുക്കൊണ്ട് ഈ വര വെക്കുക. നേരെ ഡിലീറ്റ് ബട്ടൺ കണ്ടോ, ആ ഭാഗം അങ്ങോട്ട് പോയി. അപ്പോൾ ചേച്ചി അയ്യോ കുറച്ച് കയറിപ്പോയി ചേച്ചി എന്ന് പറയണേ. ഇതേ നേരെ മേളിലേക്ക് വരാം. റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു പ്ലേ ബട്ടൻ്റെ സൈഡിൽ തന്നെ ഒരു സ്ക്വയർ, പിന്നെ ഒരു U10 പോലത്തെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പിടിച്ച് നിൽക്കുക, അത് തിരിച്ചു വരും. കണ്ടോ, ഇത് എന്തായാലും ഈ കട്ടിങ് വേണ്ടതേ. ഇപ്പോൾ നമുക്ക് അവസാനത്തെ കുറച്ച് ഭാഗം വേണ്ടത്. ഈ അവസാനം കൊണ്ടുപോയിട്ട് നമ്മളിതേ ഇവിടുത്തെ കുറച്ച് ഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുപോയിട്ട് അവസാനം ഇത്രയും ഭാഗത്ത് ഈ വര വെച്ചു. സ്പ്ലിറ്റ് കണ്ടോ, ഒരു പീസ് മാത്രമായിട്ട് വന്നേക്കണുണ്ട് ഇവിടെ. അതങ്ങോട്ട് വെക്കുക, നേരെ കട്ട് ചെയ്യുക, പോയി. കണ്ടോ, അപ്പം ഞാനിതൊന്നും കളയുന്നില്ല, ഇതിലാവശ്യമുള്ളതാണ്. പിന്നെ വേണ്ടത് നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്ത് ഓർഡർ അല്ല എന്ന് എഴുതുക. പല സ്ഥലത്ത് ചേച്ചീൻ്റെ തുടക്കം ഇവിടെ അല്ലായിരുന്നു, ഒടുക്കം അവിടെ ആയിരുന്നു എന്നൊക്കെ പറയുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഏത് പല ഭാഗങ്ങളായിട്ടല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യണേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണ്ട. ആ സാധനം എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെക്കാനാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പീസ് വീഡിയോ, അല്ലെങ്കിൽ
ഈ ഒരു പാർട്ട് എനിക്ക് ഇപ്പുറത്തേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് പാർട്ടാണോ അതുമ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ മേളിൽ കൂടി വലിച്ച് ഇതിങ്ങനെ മാറി പോകണുണ്ടോ. ഇത് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ വരും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് നിങ്ങൾ വലിച്ചുകൊണ്ട് വരുമ്പോൾ വരൂലെന്നേ. അപ്പോൾ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക, നേരെ വലിച്ചുകൊണ്ട് വരിക. മനസ്സിലായെന്ന് കരുതണത്. പിന്നെ ഞാൻ വിചാരിക്കണത് ഇങ്ങനെ കട്ട് ചെയ്തു, നമ്മളിങ്ങനെ ഇത്രയും ഭാഗം കൂടെ കത്രയും കൊണ്ട് കട്ട് ചെയ്തു. ചേച്ചി എന്നിട്ട് ഈ പീസ് എനിക്ക് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കണം. ആ പീസിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ, കണ്ട വലിച്ച് ഇപ്പുറത്ത് വെക്കണമെങ്കിൽ ഇപ്പുറത്ത് വെക്കുക, അല്ലെങ്കിൽ ആദ്യം കൊണ്ടുപോകണമെങ്കിൽ ആദ്യം കൊണ്ടുപോകാം. മനസ്സിലായെന്നാണ് വിചാരിക്കണത്. അല്ല മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ് കേട്ടോ. സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. സാറ ക്രിസ്റ്റി എവർട്ട് എന്ന് പറഞ്ഞിട്ട് 1984 എൻ്റെ ഇൻസ്റ്റാ പേജാണ്. ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് വരികയാണെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിൽ നമ്പർ ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇൻസ്റ്റാ പേജിലൂടെ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ജിജോൻ്റെ നമ്പർ കൊടുക്കാം. ജിജോ നിങ്ങൾ വിചാരിക്കണ പോലെ എല്ലാ ടെക്കുകളെ പോലെയൊന്നുമല്ല, ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആ പുള്ളിയുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്ന ടെക്കാണ്. പറയാലോ, നമ്മളിതൊരു സൈഡായിട്ട് ചെയ്യുവാണെങ്കിൽ ജിജോൻ്റെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡൗട്ടുകളെല്ലാം നല്ല വൃത്തിയായിട്ട് ധൈര്യമായിട്ട് എന്ത് മാണ്ടത്തരം വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഔട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഇനി നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യണ്ടേ? നേരെ മുകളിൽ നോക്കുക. മുകളിൽ നോക്കുമ്പോൾ ഒറിജിനൽ, പിന്നെ ഒരു സേവ് ചെയ്യണ ഒരു സ്ക്വയർ പോലത്തെ സാധനം, ഒരു നീല സാധനം കാണുന്നുണ്ട് അവിടെ. നേരെ ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഇതേ ഓട്ടോ മാനുവൽ, എക്സ്പോർട്ട്, ഓട്ടോ ഓൺലി അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതിനി കംപ്ലീറ്റ് ആവണം. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മളെ വീഡിയോ റെഡിയായി ഗാലറി പോയിട്ടുണ്ടാവും കേട്ടോ. ചെയ്യാനുള്ളത് ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാലോ, ഈ പോകുന്നതൊക്കെ കണ്ടോ, ഇവരുടെയൊക്കെ ഫോട്ടോസിനാണ് ഈ തംബ്നെയിൽ. നമ്മൾ ആദ്യം കാണുന്ന എന്താണോ അതാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. ഈ ഫോട്ടോനെ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഫോട്ടോനെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാലോ എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഹോം ഉണ്ട്, ഷോർട്സിൻ്റെ ഒരു പ്ലസ് കണ്ടോ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. വീഡിയോ ഉണ്ട്, ഷോർട്ട് ഉണ്ട്, ലൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ടാണല്ലോ ഇടാൻ പോണത്. ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, വീഡിയോ ആണെങ്കിൽ വീഡിയോയിൽ നമ്മൾ വരും. ഇതിപ്പോൾ ഷോർട്ട് ഇട്ട് കഴിയുമ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിൽ ആഡ് എന്ന് പറഞ്ഞ് കാണാം. അത് നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ അവിടെ ഡൗൺലോഡായി വന്ന് കിടക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വന്നു. വേറെ ഒന്നും ചെയ്യാൻ ഇതിലില്ല. അപ്പോൾ ഡൺ കൊടുക്കുക. ഓക്കെ, ഡൺ കൊടുക്കുമ്പോൾ പ്രോസസ്സിങ് ഒരു സമയമുണ്ട്. നമ്മുടെ നെറ്റൊക്കെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റ് കറക്റ്റാണോ, വൈഫൈ കറക്റ്റാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ലാഗ് വരും. ചിലപ്പോൾ അതിങ്ങനെ ഡൗൺലോഡ് ആവാതെ അവിടെ ഇങ്ങനെ കറങ്ങി കിടക്കും. ഇപ്പോൾ ഷോർട്സിലൊക്കെ ഒന്നും അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ അതിൽ നെറ്റും നമ്മുടെ കണക്ഷനൊക്കെ കറക്റ്റായിട്ട് നോക്കണം ആ സമയത്ത്. അപ്പോൾ ഇത് പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡൺ വരും, ഒരു ക്ലിക്ക് വരും. ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ടിക്ക് വന്നപ്പോൾ കണ്ടോ നമ്മുടെ വീഡിയോ വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് കൊടുക്കുക. ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എനിക്ക് അവിടുത്തെ കവർ ഫോട്ടോ ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വീഡിയോൻ്റെ മേളിൽ ഒരു പേന പോലത്തെ ഒരു സാധനം, ഒരു പെൻസിൽ പോലത്തെ സാധനം. അപ്പോൾ അതും അങ്ങ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ ഏതാണ് നമ്മളാണ് ആലോചിക്കേണ്ടത്, എന്ത് കണ്ടാൽ ആൾക്കാർ ഇത് ഓപ്പൺ ചെയ്യും എന്നുള്ളത്. ഇതിലിപ്പം കണ്ട് വലിയ അടിപൊളി എന്ന് പറയാനൊന്നുമില്ല. എന്നാൽ മാത്രം ഞാനത് ചുമ്മാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വോയിസും അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിങ്ങനെ മാറ്റി ഏതാണ് അട്രാക്ഷൻ. ഓക്കെ, ഇത് ഇട്ട് കഴിഞ്ഞ് എന്ത് സാധനം എന്ന് അറിയാനെങ്കിലും നോക്കും. ഇതെന്ത് സാധനം ഇത് കണ്ടോ. ഞാനപ്പോൾ ഇടാൻ പോകുന്ന എൻ്റെ കവർ ഫോട്ടോ അല്ലെങ്കിൽ തംബ്നെയിൽ എൻ്റെ ഫോട്ടോ, ആദ്യത്തെ ക്ലിക്കിംഗ് ഫോട്ടോ ഇതാണ്. ഇതെന്ത് സാധനം എന്ന് അറിയാൻ തുറന്നു നോക്കുമല്ലോ. എന്നിട്ട് നേരെ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പോൾ വന്ന് കണ്ടോ, അവിടെ ചേഞ്ചസ് വന്ന് കണ്ടോ, അവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫിൽറ്ററൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മളിപ്പോൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഫിൽറ്റർ ഇടാനുള്ളതും ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററൊക്കെ ഇട്ട് മാറ്റാം. കുറച്ചുകൂടി കളർഫുള്ളാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ആ പെൻസിലിൻ്റെ അവിടെ പോട്ടെ. ഞാനപ്പോൾ ഇടാം. അപ്പോൾ നമ്മളെന്താന്ന് വെച്ചാൽ നമ്മളാണ് ആലോചിക്കേണ്ടത്. നമ്മളെപ്പോഴും നമ്മളുടെ കണ്ണിൽ കൂടി അല്ലാതെ മറ്റൊരാളുടെ കണ്ണിൽ കൂടി ആലോചിക്കണം. എന്ത് കണ്ടാൽ
എൻ്റെ വീഡിയോ അവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും എന്നുള്ളത് നമ്മളാണ് നോക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ചേച്ചി എൻ്റെ ഇതൊന്നും കാണില്ല, ആൾക്കാരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഞാൻ തിരിച്ചു പോയതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കണേ കേട്ടോ. പ്രോസസ്സിംഗ് ആവട്ടെ. കണ്ടല്ലോ, പ്രോസസ്സിങ് കഴിഞ്ഞു. ഞാനപ്പോൾ അതിൻ്റെ തമ്മിൽ ഇതേ ഈ സ്ക്വയർ, താഴത്തെ സ്ക്വയർ ഇങ്ങനെ ഓടി 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 എന്തിടണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി നിർത്തുക. കണ്ടോ? അല്ല, നിങ്ങൾക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും എഴുതണം, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഓടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഇപ്പം ഈ ഭാഗത്തില്ലേ എന്തെങ്കിലും ഒന്ന് എഴുതണം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിനെ കുറിച്ചുള്ള വീഡിയോയോ അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് അന്നയുടെ പേരെഴുതാം. അന്നമ്മയല്ലേ പോകുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ എയും ഫിൽറ്ററും കാണുന്നുണ്ടല്ലോ, അവിടെ എ നിൽക്കുക. എന്നിട്ട് അവിടെ എ അന്നമ്മ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇതിന് വലിപ്പം കൂട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ ഡൺ കൊടുത്തിട്ട് മേളിൽ കണ്ടോ ഡൺ കൊടുക്കുക. ഇതിനെ വലിച്ച് നീട്ടാം, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് താഴെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കാണിച്ചാൽ മതി. ഇതിനെ കൊണ്ടുവന്ന് താഴെ വെച്ചിരിക്കാം. അതായത് അന്ന പോകുന്ന ഈ ഭാഗത്ത് ഈ പേര് തെളിഞ്ഞ് കാണും. മനസ്സിലായോ? അത് ഞാൻ ടിക്കും കൊടുത്തല്ലോ. എന്നിട്ട് ആ പേരെഴുതിയ ഭാഗമാണ് നമുക്ക് തംബ്നെയിൽ വേണ്ടതെങ്കിൽ അതായിരിക്കും അവിടെ വരുന്നത്. മനസ്സിലായോ? അതെ, ഈ എഡിറ്റ് കൊടുക്കുക, വീണ്ടും പ്രോസസ്സിങ് കാണിക്കും കേട്ടോ. നിങ്ങൾക്ക് ക്ഷമതേരി ഉണ്ടാവും, വീണ്ടും പ്രോസസ്സിങ് കാണിക്കും. ഇപ്പം ഞാൻ കുറേ വട്ടം ബാക്ക് പോയി ഫ്രണ്ട് വന്നപ്പോഴേക്കും ഈ സാധനം, അതായത് എനിക്ക് ഈ തംബ്നെയിൽ വെക്കാൻ പറ്റുന്നില്ല. ഈ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര പ്രശ്നം വന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ഇങ്ങനെ കുറേ പണിതെടുത്ത് കഴിഞ്ഞാലും യൂട്യൂബ് ഒരു എറർ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് അങ്ങോട്ട് വിട്ടേക്കുക, നേരെ പോവുക. ഇപ്പം ഞാൻ ഇതെല്ലാം തംബ്നെയിൽ, അതായത് ഫോട്ടോ ആയിട്ട് വെക്കാൻ ഉദ്ദേശിച്ചത്. എനിക്കിപ്പോൾ ക്യാപ്ഷൻ ഇടുക. ക്യാപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ക്യാപ്ഷൻ ഇട്ടിട്ട് നമ്മൾ ഒരാളെ അങ്ങോട്ട് വലിച്ചെടുക്കണമെന്ന് ഞാൻ യോജിപ്പില്ല. എന്തെങ്കിലും ഒരു എത്തിക്സ് ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ളതായിരിക്കണം ഇടേണ്ടത്. അപ്പം ഞാൻ ഇതിനിടാൻ പോകുന്നത് കലാശക്കൊട്ട് അന്നമ്മ വെക്കേഷൻ്റെ അവധിക്കാല കലാശക്കൊട്ടെന്നാണ് ഞാൻ ഇടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവധിക്കാല കലാശക്കൊട്ടായിരുന്നത്. ഇപ്പോൾ CB വന്നേ പിന്നെയാണ് അന്നാമ്മ ഒരുപാട് അങ്ങ് വഷളായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചല്ലേ അവിടെ കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ അവധിക്കാല ഇക്ക ഇടണമല്ലോ, അവധിക്കാലം കഴിഞ്ഞു. അവധിക്കാല കലാശക്കൊട്ട് അയ്യോ ഈ ഭയങ്കര പണിയാണ് ചില സമയത്ത്. കണ്ട കലാശക്കൊട്ട്. ഇനി ഇടേണ്ട എന്താ, നമുക്ക് കോമൺ ആയിട്ടുള്ള കുറേ ഹാഷ്ടാഗുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. കോമൺ ആയിട്ടിടുന്നത് ഇപ്പോൾ ഇത്രയും ഈ ഒരുപാട് വലിച്ചു നീട്ടി ക്യാപ്ഷൻ ഇടരുത്. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് യൂട്യൂബ് നമ്മളൊന്ന് തുറന്നു നോക്കിയേ, നമ്മൾ ഈ ഫോട്ടോ കാണുമ്പോൾ മാക്സിമം ഇത്രയും നീട്ടുള്ളൊരു ക്യാപ്ഷൻ നമ്മൾ വായിച്ചിട്ടാണ് അത് ക്ലിക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിൽ എഴുതിയതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഉള്ള ക്യാപ്ഷൻ കണ്ടിട്ട് ഇത് തുറക്കാൻ പറ്റണം. അപ്പോൾ ഇത്രയൊക്കെ നീട്ടിയാൽ മതി. ഇതിൽ കൂടുതൽ നീട്ടിയ ആൾക്കാർ കാണത്തില്ല. കാരണം യൂട്യൂബ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ആകെ ഇത്രയും സെൻറ്റൻസ് ആയിരിക്കും ഫ്രണ്ടിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് പിന്നെ മെയിനായിട്ട് ഇടേണ്ട കുറച്ച് ഹാഷ്ടാഗുകൾ നമ്മൾ ABC ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ 1 to നമ്പറൊക്കെ എഴുതുന്ന സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാഷ്ടാഗ് എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഈ ജയിൽ പോലത്തെ സാധനം കണ്ടോ, ഇതിനാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ജയിൽ പോലത്തെ സാധനത്തിന് ഹാഷ്ടാഗ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ഹാഷ്ടാഗുകൾ തിരിച്ചു വരും. ഇങ്ങനെ ട്രെൻഡിങ് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നൊരു ഹാഷ്ടാഗാണ്. പിന്നെ ഹാഷ്ടാഗ് സെലക്ട് ചെയ്യുക, സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഇനി എന്തെന്നാ ഇടാൻ പറ്റിയത്, വൈറൽ ഷോട്ട്. 6.1 കോടി വീഡിയോസ് ഈ ഹാഷ്ടാഗിലുണ്ട്. അപ്പോൾ ഏറ്റവും അതായത് ട്രെൻഡിങ്ങിന് താഴെ വന്നേക്കണം നോക്കിയാൽ 45 കോടി വീഡിയോസ്. അതായത് അങ്ങനെ ട്രെൻഡിങ് കൂടുതൽ, അതായത് ഹാഷ്ടാഗുകൾ കൂടുതൽ എണ്ണം ഉപയോഗിച്ചിരിക്കുന്ന ഹാഷ്ടാഗുകൾ വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ട്രെൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഷ്ടാഗ്, ഇനി ഒരു വൈറൽ ഷോട്ട് ഇടാം. ഓക്കെ, പിന്നെ ഒരു ഹാഷ്ടാഗ് ഇടാനുള്ള സ്ഥലമുണ്ട് അവിടെ. ഒരു YT ഷോർട്സ്, അത് 17 കോടി വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നോക്കിയാൽ കണ്ടോ 17 കോടി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 1.1 ചാനൽസിൽ ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ YT ഷോർട്സ് ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഒരെണ്ണം ഇടാം, ഒരു ഈ പറഞ്ഞാൽ കിഡ്സിൻ്റെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പാർക്കോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വേറെ ചുമ്മാ പാർക്ക് എന്ന് ഇടാം. അല്ലെങ്കിൽ ഈ ഒബ്രോമാൾ ആണെങ്കിൽ ഒബ്രോമാൾ എന്ന് ഇടാം. അല്ലെങ്കിൽ നമ്മൾ പോയ പാർക്കിന് ഒരു പേര് യൂട്യൂബിലുണ്ടെങ്കിൽ അതിടാം.
അപ്പോൾ ഇത്രയൊക്കെ ഒരു 3-4 ഹാഷ്ടാഗ് ക്യാപ്ഷൻ്റെ അടുത്ത് തന്നെ കൊടുക്കാം തുടക്കത്തിൽ. പിന്നെന്താ ചെയ്യേണ്ടത്? താഴേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ അപ്ലോഡ് ഷോട്ട് കണ്ടോ, അപ്ലോഡ് ഷോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും ചേച്ചി വേറെ എഡിറ്റ് ഒന്നും ചേച്ചി അവിടെ ചെയ്തില്ലോ. അവിടെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അപ്ലോഡിൽ കിടക്കട്ടെ. നേരെ ഇത് ക്ലോസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് ഉള്ളവർക്ക് വേണ്ട ഒരു സാധനമാണ് YT സ്റ്റുഡിയോ. YT സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യാം. YT സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ പേജ് ഇങ്ങനെ വരും. കണ്ടല്ലോ, പേജ് ഇങ്ങനെ വരുമ്പോൾ ഈ താഴെ ഡാഷ്ബോർഡ്, കണ്ടൻറ്റ്, അനലിറ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്. അതിൽ വേണ്ടത് കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത സാധനം കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് ആവുന്നുണ്ട്. അല്ല ഇവിടെ ഇങ്ങും കണ്ടില്ലെന്ന് എഴുതി വിഷമിക്കേണ്ട. ഈ വീഡിയോസിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ട വ്യൂ ഓൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഷോർട്സിൻ്റെ വ്യൂ ഓൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഷോർട്സ് അല്ലേ കൊടുത്തത്, അപ്പോൾ ദേ ഇവിടെ വെക്കുക. ദേ അവധിക്കാല കലാശോട് ഈ 3 ഡോട്ട് കണ്ട് ഇതിൻ്റെ നേരെ 3 ഡോട്ട് അവിടെ അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് പറഞ്ഞ സാധനം വന്നു. അവിടെ ഷെയർ വീഡിയോ, എഡിറ്റ്, പ്രൊമോട്ട്. അപ്പോൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക, അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. എവിടെ ചെയ്യാം? ഇനി ആഡ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങളൊരു കച്ചവടക്കാരാണ്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, അതിൻ്റെ മൈദ 1 കിലോ ഇത് അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. എനിക്കിതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാഷ്ടാഗുകളാണ് മാക്സിമം. ലവ് എന്ന ഹാഷ്ടാഗ് എല്ലായിടത്തും ഉപയോഗിക്കാം. യൂട്യൂബറാണ് നമ്മൾ, യൂട്യൂബർ എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കാം. ഒരു ട്രാവൽ, ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളൊരു ഒബ്രോമാളിൽ പോയല്ലോ, അപ്പോൾ അത് ഉപയോഗിക്കാം ഹാഷ്ടാഗ്. പിന്നെ എന്താണ് YT, ചുമ്മാ YT ഉപയോഗിക്കാം. നമ്മൾ മലയാള ലാംഗ്വേജാണ്, അപ്പോൾ വേണമെങ്കിൽ മലയാളം എന്ന് ഉപയോഗിക്കാം. നമ്മളൊരു മ്യൂസിക്കിൻ്റെ ആരാധകരാണെങ്കിൽ ഇതേ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഇടാം. പിന്നെ വേണമെങ്കിൽ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ഇടാം, ദേ ട്രെൻഡ്. അങ്ങനെ എന്തൊക്കെ ഹാഷ്ടാഗ് കുത്തി തിറക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടെ ചെയ്യാം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ ആരോ ബട്ടൺ ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ ഓൾറെഡി ഹാഷ്ടാഗ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ദേ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. നിങ്ങൾ ഇവിടെ ഒന്നും തൊടണ്ട, നേരെ ഷെഡ്യൂൾ ചെയ്യാം. ഷെഡ്യൂൾ ചെയ്യാനാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാനല്ല, നാളത്തേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ദേ ഇപ്പോൾ നോക്കുമ്പോൾ 7-ാം തീയതി സാറ്റർഡേ ആണ്. എനിക്ക് ഇത് ഔട്ട് ചെയ്യേണ്ടത് 8-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടിട്ട് 8-ാം തീയതി ഓക്കെ കൊടുത്ത്, എൻ്റെ സാധാരണ ഷോർട്സ് പോണ സമയം 1:30 അപ്പോൾ 1:30 കൊടുത്ത് PM ഓക്കെ കൊടുത്തു. കണ്ടല്ലോ. അല്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് ഔട്ട് ചെയ്യേണ്ടതാണെങ്കിൽ നേരെ മേളി കണ്ടല്ലോ പബ്ലിഷ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഷെഡ്യൂളുണ്ട്, അതൊന്നും ചെയ്യേണ്ട. പബ്ലിഷ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ആവും. കണ്ടോ, അതായത് ഇത് ക്ലിക്ക് ചെയ്തു. 8-ാം തീയതി ജൂൺ 1:30 അല്ല ഇപ്പം തന്നെ പോകേണ്ടതാണെങ്കിൽ നമ്മൾ പബ്ലിഷ് നൗ നെക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പോവും. മനസ്സിലായി? ചില വീഡിയോസ്, റിയാക്ഷൻ വീഡിയോ ഒക്കെ നമ്മൾ അപ്പം ചെയ്യില്ലേ അതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതായി. ഇനി നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, അതറിയാലോ. നമ്മൾ സെറ്റിങ്സിൽ എപ്പോഴും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നായിരിക്കണം ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമേ നമ്മുടെ ചാനൽ കാണത്തുള്ളൂ. ഒരിക്കലും അത് ക്ലിക്ക് ചെയ്യരുത്. നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതായിരിക്കണം ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. പിന്നെ റിലേറ്റഡ് വീഡിയോ, ആർക്കെങ്കിലും റിലേറ്റഡ് വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മളെ വേറൊരു വീഡിയോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അപ്ലോഡ് ആയത്. അപ്പോൾ റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഞാനപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുറങ്ങം കിടന്ന് അപ്പോൾ 753 വ്യൂ ആയിട്ടുള്ളൂ. ഓക്കെ, അതിനാണ് കൂടുതൽ വേണ്ടത് സപ്പോർട്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് ഏതിനാണോ വ്യൂ കുറഞ്ഞിരിക്കുന്നത് ആ വീഡിയോ ട്രെൻഡാണെന്ന് കഴിഞ്ഞാൽ അതിന് 852 ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതവിടെ ആഡ് ചെയ്ത് വന്നല്ലോ. ലൊക്കേഷൻ, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചേച്ചി ഞാൻ UK അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ്, ഏത് ലൊക്കേഷൻ? നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലം. ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ വന്നിട്ടാണ്, എറണാകുളത്ത് വന്നിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ ആ എറണാകുളം ഇടാം. അല്ല നിങ്ങൾ UK ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തെങ്കിൽ ആ ലൊക്കേഷൻ ഇടാം. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. നമ്മുടെ ജിജോ ബ്രോനോട് ചോദിച്ചപ്പോൾ ആ ഒരു അറിവ്. ഇപ്പോൾ ഞാൻ എറണാകുളത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എറണാകുളം ഇടുന്നു. നിങ്ങൾ UK ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ UK ഏത് സ്ഥലത്താണുള്ള വീഡിയോ ആണത് അതങ്ങനെ ഇടാം. ഓക്കെ, ആഡ് ടു പ്ലേലിസ്റ്റ് അതിലുണ്ട്. അതുകൊണ്ട് വലിയ ഗുണമുണ്ടോയെന്നൊന്നും എനിക്ക് ഇതുവരെ അറിയില്ലട്ടാടാ, എനിക്കറിയാത്തതുകൊണ്ടാണ്. അതൊന്നും നമ്മൾ വേണ്ട. ആൾട്ടർനേറ്റീവ് കണ്ടൻറ്റ്, പുറത്തുനിന്നുള്ള എന്തെങ്കിലും കണ്ടൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറോ റോബോട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പോൾ നമ്മളത് എപ്പോഴും നോ ആക്കിയിടുക, എപ്പോഴും നോ. മനസ്സിലായല്ലോ? ടാഗ് ഷോർട്സ് റീമിക്സ് കാറ്റഗറി അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അലോ എംബഡിങ് ഏറ്റവും അവസാനം കിടക്കണുണ്ടോ, അലോ എംബഡിങ് ഏറ്റവും അവസാനം കറുത്ത ടിക്കിൽ അത് ടിക്ക് മാറ്റി വെക്കുക. ഏറ്റവും മുകളിൽ ആഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാഷ്ടാഗ് ആ ജയിൽ പോലത്തെ സാധനം ഉപയോഗിക്കരുത്. നമ്മൾ ചിന്തിക്കുക, നമ്മളെ ചാനൽ ആൾക്കാർ എന്തൊക്കെ പേരിൽ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
എൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സാറ ക്രിസ്റ്റി എന്നുള്ളത് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനൊരു കോമ ഇട്ടും. ഓക്കെ, പിന്നെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള എൻ്റെ ചാനലിൻ്റെ പേര് അറിയാമെങ്കിൽ ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സെർച്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ള പേരുകൾ അതിനൊരു കോമ ഇട്ടു. അല്ല ഇനി വേറെ എന്തെങ്കിലും സാറ ഷോർട്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സാറ ഷോർട്സ് കണ്ടോ ഒരു കോമ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 ഹാഷ്ടാഗുകൾ, ഒന്ന് നമ്മളെ ചാനലിൻ്റെ പേരായിരിക്കണം, പിന്നെ നമ്മളുടെ പേര്, പിന്നെ നമ്മൾ എങ്ങനെയാണ് അറിയുക അത് നമ്മളുടെ ഇഷ്ടമുള്ള 2-3 എണ്ണം മതി കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. പിന്നെ കാറ്റഗറി ചോദിക്കുന്നവരുണ്ട് എന്നോട്, ഹലോ വീഡിയോ ഇതൊന്നും നമ്മൾ നോക്കണ്ട, പെയ്ഡ് പ്രൊമോഷൻ അതൊന്നും ആയിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതേ കാറ്റഗറി ചോദിക്കാറുണ്ട്, ചേച്ചി ഞാൻ ഡോഗിൻ്റെ വീഡിയോ മാത്രം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവർക്ക് പെറ്റ്സ് സെലക്ട് ചെയ്യാം. ഞാൻ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് സെലക്ട് ചെയ്യാൻ കാരണം അങ്ങനെയുള്ളവർക്ക് എല്ലാ വീഡിയോയും ചെയ്യാൻ പറ്റും. അപ്പോൾ സേഫ് അതാണ്. പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടത്. കാറിൻ്റെയും വെഹിക്കിൾസിൻ്റെ മാത്രമാണോ അല്ലെങ്കിൽ കോമഡി മാത്രമാണോ, അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം. ഞാൻ പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. നേരെ ബാക്ക് പോരുക, അത് അവിടുത്തെ കഴിഞ്ഞ പരിപാടികൾ. പിന്നെ ടാഗ് പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ടുള്ളവർക്ക് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ കമൻറ്റ്സ് ഓണാണ്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തു. പക്ഷേ എനിക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റി എറർ വന്നില്ല. എൻ്റെ തംബ്നെയിൽ ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ യൂട്യൂബിലോട്ട് വീണ്ടും പോവുക. യൂട്യൂബിൽ പോയിട്ട് നമ്മൾ വ്യൂ ചാനൽ എടുക്കുക, അതിൽ നമ്മൾ ഷോർട്സ് എടുക്കുക. ഷോർട്സ് എടുത്തുമ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 2 എണ്ണമാണ്. അതിൽ അന്നമ്മ എന്നുള്ളതിൽ ഒരു 3 ഡോട്ട് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ പെൻസിൽ വന്നു, അവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഏതാണോ നേരത്തെ വെക്കാൻ വിചാരിച്ചാൽ, ഇതില്ലേ ഞാൻ നമ്മളങ്ങനെ പണിത് നമ്മൾ കുറേ പോയല്ലാടാ. അപ്പോൾ ഞാൻ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അത് ടിക്ക് ചെയ്യുക. ദേ കണ്ടോ, ഇതാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇതെന്താണ് ഈ കളർന്ന് കാണാനെങ്കിലും ആൾക്കാർ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഷെഡ്യൂൾ ചെയ്തത് ഈ ഷോർട്സ് പോയി കണ്ടോളാം, അല്ലെങ്കിൽ കുത്ത് ചെയ്യാൻ വെച്ചൊരു വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ കാണാനായിട്ട്. എന്തായാലും കണ്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ ഇതാണ് വെക്കാൻ, അയ്യോ ഏതാണ്, ഇവിടം വരെ ഇതന്നെയല്ലേ. യൂട്യൂബിന് അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. യൂട്യൂബ് സമ്മതിക്കൂല. നമ്മളിതിൽ കുറേ ഒരു സമയം തന്നിട്ട് കുറേ നേരം അവിടെ ഇന്ന് ഉഴപ്പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ലമ്പ് പരിപാടിയൊക്കെ ചെയ്യുന്നേ കണ്ടോ. അപ്പോൾ ഞാൻ ഇതാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. വേറെയൊക്കെ നമ്മൾ ചെയ്തതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കിടന്ന് പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് പറയും സമയം കഴിഞ്ഞ് ഇറങ്ങി പൊടിയെന്ന് പറയും ചിലപ്പോൾ. പിന്നെ അത് ഇവിടെയൊക്കെ വേണമെങ്കിൽ നീക്കിയൊക്കെ നോക്കാം കേട്ടോ. പക്ഷെ ഇത് തെളിഞ്ഞ് വരാത്തുണ്ട്, ഒരു എറർ വരും നമ്മൾ ചുമ്മാ അവിടെ കിടന്ന് കുറേ നേരം സമയം പണിത് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പിന്നെ ഓടി ഇറങ്ങി പോവരുത്. സേവ് ഉണ്ട്, സേവ് കൊടുക്കുക. കണ്ടല്ലോ, സേവ് കൊടുത്ത് വേറെ ഒന്നും ഇനി ഇവിടെ ചെയ്യാനില്ല. ഓക്കെ, സേവ് കഴിഞ്ഞ് നേരെ ക്ലോസ് ചെയ്ത് അപ്പുറത്ത് ചാടിപ്പോയി ഒന്ന് നോക്കിയേക്കട്ടോ വന്നു എന്ന്. ഇതേ റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്യുമ്പോൾ വന്നടാ, അവിടെ ആ മഞ്ഞ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നത് ഈ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നണം ഇത് മനസ്സിലായിട്ടുണ്ടാവണം. ഞാൻ ഈ ചങ്ക് കൂട്ടി പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെയാണ് തന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഈ ഷോർട്സിനെ കുറിച്ചൊക്കെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും വരാനില്ല. പുതിയ വല്ലതൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാനുണ്ടെങ്കിൽ സാറ ക്രിസ്റ്റി 1984 ആ ഒരു പേജ്, ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിലെന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇൻബോക്സ് നോക്കാം. അല്ലെങ്കിൽ ഇൻബോക്സിൽ കുറേ മെസ്സേജ് വരുമ്പോൾ നമ്മൾ നോക്കാൻ വിട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ നമ്പർ തരാം. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ പേജിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാമല്ലോടാ, സ്ക്രീൻ റെക്കോർഡോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെറിയൊരു വരുമാനമാണ്. ഇപ്പോൾ എന്താ പറയുക, ചില ചേച്ചിമാർ പറയും മോനെ എന്തെങ്കിലും രീതിയിൽ ഒരു 5000 രൂപ എനിക്ക് കിട്ടണം, അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഫോണിന്റെ അഡിക്റ്റ് അല്ലേ, അവർക്ക് ഒരു ചാനൽ അങ്ങ് തുടങ്ങി കൊടുക്കുന്നേ ഞാൻ പറയണുള്ളൂ. കാരണം ഇതുങ്ങളെ തല്ലിക്കൊന്നാലും ഇവന്മാർ ഒളിച്ചും പാത്തെങ്കിലും ഫോൺ എടുക്കും. അപ്പൊ അവന്മാര് വല്ല കറി വെക്കുന്നതോ കഞ്ഞി വെക്കുന്നതോ അല്ലോ ഇതൊന്നും നല്ല വ്യൂ കിട്ടും. കാരണം അങ്ങനെയുള്ളത് കണ്ട്, കാരണം എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോ കണ്ട് ചുമ്മാ ചിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പില്ലേ എന്റെ പോലെ കണ്ട മുടി ഉണങ്ങിയിട്ടാ. മുടി ഞാൻ കുറച്ചങ്ങ് ഷോർട്ട് ചെയ്തു, പക്ഷെ ഇപ്പൊ വലുതായി ഇവിടെ വരെ എത്തിയിട്ടാ. ഇവിടെ പിന്നെയും പഴയ പോലെ തന്നെ നീണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് തന്നെ സപ്പോർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് പറയട്ടോ,
സാറ ക്രിസ്റ്റി 1984, അപ്പോൾ 41 വയസ്സുണ്ടല്ലേ. അങ്ങനെയുള്ളൊരു കുറേ പേര്. അവരെ എനിക്കിപ്പോൾ ഭയങ്കര ശത്രുക്കളൊക്കെ ഭയങ്കര കൂടുതലായിട്ട് വരെയാണ്. അപ്പോൾ ഈ ശത്രുക്കളെയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കി ചൂപ്പത്തുള്ളൂ. കാരണം ഇങ്ങോട്ട് പണി തന്ന അങ്ങോട്ട് നല്ല സൈലന്റ് മോഡിൽ തിരിച്ചു പണി കൊടുക്കുന്നൊരു സ്വഭാവം എനിക്കുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി ഒന്ന് സൈലന്റ് ആയത്. അത് ചില ആൾക്കാരുടെ ഒരിത് കാണുമ്പോൾ വേണ്ടടി വിട്ടേക്ക് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ വിട്ട് തരുന്നതാണ്. ഇങ്ങോട്ട് കമന്റ് തുടക്കമിട്ട് അങ്ങോട്ട് തന്തക്കുന്നല്ല ഞാൻ വൃത്തിയായി വിളിക്കും എന്നുള്ളത്. എവിടേക്കാണോ പറയേണ്ടത് അവിടെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനായിട്ട് അങ്ങോട്ട് ഒരാളുടെ ഇത് ചെയ്യും. പിന്നെ ഈ ലോങ് വീഡിയോ ഇന്ന് വരും. ഇന്നാണോ തന്നെ? ഓക്കെ, ഇന്ന് വരും. അടുത്ത ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ ലോങ് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യണമെന്നുള്ളത് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ. എനിക്കൊന്നും ലോങ് വീഡിയോയിലും കുറച്ച് ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇച്ചോടി ചുരുക്കിയിട്ട് ലോങ് വീഡിയോയിലും ഞാൻ എങ്ങനെ ചെയ്യണ്ടേന്ന് പറഞ്ഞുതരാം. ലൈവും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എപ്പോഴൊക്കെയാണ് പൈസ വന്നു തുടങ്ങണേ? എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, ചേച്ചി മോണിറ്റൈസേഷൻ ആയ എപ്പോൾ പൈസ വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എവിടെയാണ് പൈസ വരുന്നത് നോക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ട് ഒരു 2-3 ദിവസം നമ്മൾ എപ്പോഴും ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം ഒരു ബ്രേക്ക് കൊടുക്കണം. അതിന് വരുന്ന കമന്റ്സും അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനുള്ള സമയമൊക്കെ കൊടുക്കണം. അപ്പൊ ഇത് മനസ്സിലായി എന്നാണ് കരുതുന്നത്. ഞങ്ങളെ എന്തുനാളാ ഒരു കമലഹാസനും മറ്റേ ആരാണ് ചിമ്പുവോ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, ഫ്ലോപ്പാ എന്ന് പറയണ്ടേ, എന്നാലും കുഴപ്പമില്ല. ചിമ്പുവൊക്കെ കുറെ നാൾ കൂടി വന്നതല്ലേ. അപ്പൊ ഒന്ന് പോവാന്ന് വിചാരിക്കണ്. പനിയും ജലദോഷവും തൊണ്ടവേനയൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞൊന്ന് തല നനച്ചതാണ്. അതാണ് ഈ പ്രാന്തന്മാരെ പോലെ ഇരിക്കുന്നത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. മനസ്സിലായത് വിചാരിക്കുന്നു. കമന്റ് ചെയ്തോ. ഞാൻ ഡൗട്ട് ചോദിക്കുന്ന ഒരാളുടെ ഡൗട്ടും വിട്ട് കളയാറില്ല. തെറി വിളിക്കണവരുടെ ഒരു തെറി പോലും ഞാൻ വിട്ട് വളരെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിന് ഉറപ്പായിട്ട് ഞാൻ മറുപടി തരും. ബൈ ബൈ.